നമസ്കാരം. നമ്മളെ എടുക്കാൻ പോകുന്നത് നമ്മുടെ മോഡൽ എക്സാമിന്, നമ്മുടെ 2025 മോഡൽ എക്സാമിന് മാത്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ഒരു എലിപ്സും അതുപോലെ തന്നെ ഒരു പരാബോളും തമ്മിൽ ലിങ്ക് ചെയ്തുള്ള ഒരു ചോദ്യം ഉണ്ട്. അതാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഇതാണ് മക്കൾ നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോ തന്നിരിക്കുന്ന കാര്യം ശ്രദ്ധിക്കുക. നമുക്ക് പടമൊക്കെ നമുക്ക് തന്നിട്ടുണ്ടല്ലേ, പടം തന്നിട്ടുണ്ട്. പരാബോളയുടെ ഇക്വേഷൻ തന്നെ y² 4x. നമുക്ക് പടം ജസ്റ്റ് ഒന്ന് വരയ്ക്കുക നമുക്ക് കിട്ടാം. ഇതാണ് നമ്മുടെ പടം. ഒരു സർക്കിൾ ഉണ്ട് നമ്മുടെ കയ്യില്. ഇതാണ് നമ്മുടെ സർക്കിള്. പിന്നെ ഇവിടെ നിന്ന് ഒരു പരാബോള തന്നിട്ടുണ്ട്. ഒരു പരാബോള തന്നിട്ടുണ്ട്. ഇനി പരാബോളയുടെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. y² 8x തന്നിട്ടുണ്ട്. ഇത് x ആക്സിസ്, ഇത് y ആക്സിസ്. ഇനി ഈ ഒരു പോയിന്റിൽ ഇവിടെ നിന്ന് ഒരു കൂട്ടിമുട്ടുന്ന ഒരു പോയിന്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഇതിങ്ങനെ ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ പോലെയാണ്. അപ്പൊ ഒന്നുകൂടി വൃത്തിയിൽ വരച്ചു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെയാണ് പോവാ. അതെ, ഈ രണ്ട് ഇങ്ങനെ കൂട്ടിമുട്ടുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഇതിനെ എസ് എന്നാണ് പറയണത്. എസ്. പിന്നെ ഈ എസ് നമുക്ക് തന്നിട്ടുണ്ട്, ആ പോയിന്റ്. പിന്നെ നമുക്ക് തന്നിരിക്കുന്നത് ഇതൊരു ലൈനാണ്. എൽ എന്നൊക്കെ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. ഇതാവട്ടെ, എൽ എന്നൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ചോദ്യം. നമുക്ക് ചോദിച്ചിരിക്കുന്നത് എങ്ങനെ വെച്ചാല് ഈ എസ് എന്ന് പറയുന്ന സാധനം കണ്ടുപിടിക്കണം. എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പരാബോളയുടെ ഫോക്കസ് ആണ്. അപ്പൊ പരാബോളയുടെ ഫോക്കസ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കണം. പരാബോളയുടെ ഫോക്കസ് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. പരാബോളയുടെ ഇക്വേഷൻ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പൊ ഫോക്കസ് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ് അല്ലെ. നമുക്ക് എങ്ങനെയാണ് മക്കളെ? y² 8x ആണ് അല്ലെ. അപ്പൊ നമുക്കറിയാം നമ്മുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ y² 4ax ആണ് പരാബോളയുടെ. അപ്പോ അതില് ഈ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും, എന്ത് കിട്ടും മക്കളെ? നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 4a സ്ഥാനത്ത് 8 ആണ് കിടക്കണെന്ന് കിട്ടും. കുഴപ്പമില്ല. അപ്പൊ a അതിൽ നിന്ന് കണ്ടുപിടിക്കുക. a എന്ന് പറഞ്ഞാൽ 8/4 ആണ്. ഉത്തരം എത്രയാണ് മക്കളെ? 2. അപ്പൊ നമുക്ക് a കിട്ടി. എത്ര? 2 എന്ന് പറഞ്ഞിട്ട് കിട്ടി. a 2 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ s എന്ന് പറയുന്ന പോയിന്റ് നമുക്ക് എഴുതാം. s എന്ന് പറഞ്ഞ പോയിന്റ് എന്താ വരെ മക്കളെ? നമുക്ക് എന്താ വരിക? നമുക്ക് നീല പാൻ എടുക്കട്ടെ കേട്ടാ. എസ് എന്ന് പറഞ്ഞ പോയിന്റ് നമുക്ക് നീല ചോപ്പ് എടുക്കാം. ഈ എസ് എന്ന് പറഞ്ഞ പോയിന്റ് നമുക്ക് കിട്ടി. എന്താന്ന് പറയാ മക്കളെ? എസ് എന്ന് പറഞ്ഞ പോയിന്റ് 2,0 എന്ന് പറഞ്ഞിട്ട് കിട്ടി. ഓക്കെ അല്ലെ? അപ്പൊ എസ് എന്ന് പറഞ്ഞ പോയിന്റ് കിട്ടി 2,0. സീല്ലേ? അപ്പൊ നമ്മുടെ ആദ്യത്തെ ചോദ്യം കഴിഞ്ഞു. നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് എൽ ഡാഷ് ആണ് കേട്ടാ. എൽ ഡാഷ്. ഓക്കെ അല്ലെ? അപ്പൊ അത് കിട്ടി. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ചാല് ഈ സർക്കിളിന്റെ ഇക്വേഷൻ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു സർക്കിളിന്റെ ഇക്വേഷൻ. ഈ സർക്കിളിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വളരെ എളുപ്പമാണ്. നമുക്കറിയാം മക്കളെ, ഈ ദൂരം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതറിയാലോ, ഇത് സെന്റർ ആണ് അല്ലെ. ഇത് ഒറിജിൻ ആണ്. അപ്പൊ ഇത് 0,0 ആണ്. കുഴപ്പമില്ലല്ലോ. അപ്പൊ സർക്കിളിന്റെ ഇക്വേഷൻ നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് സർക്കിളിന്റെ ഇക്വേഷൻ അറിയാം. സർക്കിളിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x - h all square plus y - k all square is equal to r² ആണ് ഒരു സർക്കിളിന്റെ ഇക്വേഷൻ. അതിനൊരു ഇക്വേഷൻ നമ്പർ 1 എന്ന് പറഞ്ഞിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാം. അതില് HK എന്ന് പറഞ്ഞ സെന്ററും അതുപോലെ തന്നെ R എന്ന് പറഞ്ഞ റേഡിയസും ആണ്. അതില് നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. HK എന്ന് പറഞ്ഞ സെന്റർ ആണ്. അതാരാണ് മക്കളെ? 0,0 ഒറിജിൻ ആണ്, നമുക്കറിയാം. ഇനി വേണ്ടത് റേഡിയസ് ആണ്. റേഡിയസ് കണ്ടുപിടിക്കാനുള്ള ഒരു മാർഗം നിങ്ങൾ ശ്രദ്ധിച്ചോ മക്കളെ. ഇത് 2,0 ആണ് അല്ലെ. അപ്പൊ ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 2 ആണ്. സംശയമല്ലോ. ഈ സാധനം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് ലാറ്റസ് റെക്റ്റം ആണ്. ലാറ്റസ് റെക്റ്റം. ഈ ലാറ്റസ് റെക്റ്റത്തിന്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം ഓഫ് പരാബോള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാം എത്രയാണ് മക്കളെ? 4a ആണ്. ഇസ് ഈക്വൽ ടു 4a എത്രയാണ് മക്കളെ? 8 യൂണിറ്റ്സ് ആണ്. അപ്പോ ഈ ലാറ്റസ് റെക്റ്റത്തിന്റെ മൊത്തം വലുപ്പം, മൊത്തം നീളം എന്ന് പറഞ്ഞാൽ 8 യൂണിറ്റ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് അതിന്റെ പകുതിയല്ലേ. അപ്പൊ എത്ര വരും മക്കളത്? ഇത് 4 എന്ന് പറഞ്ഞിട്ട് വരും. സംശയമില്ല. അപ്പൊ ഇത് 4 എന്ന് പറഞ്ഞിട്ട് കിട്ടി. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇത് 90 ഡിഗ്രി ആണ്. അപ്പൊ ഇതും 90 ഡിഗ്രി ആണ്. ഓക്കെ അല്ലെ? നമുക്ക് റേഡിയസ് എന്ന് പറഞ്ഞാൽ ഇതല്ലേ മക്കളെ റേഡിയസ്. സംശയമില്ലല്ലോ. അപ്പൊ നിങ്ങൾ ഒരു പൈതഗോറസ് സിദ്ധാന്തം അപ്ലൈ ചെയ്യുമ്പോൾ ഇത് അതിന്റെ ബേസ്, ഇത് ഓൾട്ടിറ്റ്യൂഡ്, ഇത് ഹൈപ്പോട്ടന്യൂസ് ആണ്. ഹൈപ്പോട്ടന്യൂസ് ആണ് അതിന്റെ റേഡിയസ് വരിക. അപ്പൊ റേഡിയസ് കണ്ടുപിടിക്കാൻ നമുക്ക് പൈതഗോറസ് തിയറം പ്രകാരം റൂട്ട് ഓഫ് എന്ത് ചെയ്താൽ മതി? 2² + 4² ചെയ്താൽ മതി. അതായത് റൂട്ട് ഓഫ് 4 + 16 എത്ര മക്കളെ? റൂട്ട് 20. റൂട്ട് 20 കിട്ടി. അപ്പൊ റേഡിയസ് കിട്ടിയത് നമുക്ക് റൂട്ട് 20. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ, സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഇക്വേഷൻ നമ്പർ 1 x - h all square എഴുതണ്ട. x² + y² is equal to റൂട്ട് 20ന്റെ സ്ക്വയർ ആരാ മക്കളെ? 20. ഇത്ര ഉള്ള പരിപാടി നമ്മുടെ സർക്കിളിന്റെ ഇക്വേഷൻ കിട്ടി. നല്ല പെട്ട സൂപ്പർ ചോദ്യമാണ്. അത് മനസ്സിലാക്കേണ്ടത് ഇത് ലാറ്റസ് റെക്റ്റം ആണെന്നും
ഫോക്കസിൽ കൂടെ പാസ് ചെയ്താൽ ലാറ്റസ് റെക്ടം ആണെന്നും ആ ലാറ്റസ് റെക്ടത്തിന്റെ ലെങ്ത് 4a ആണെന്നും പറഞ്ഞു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. സിമ്പിൾ. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ ബൈട്ടാ.